എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പുതിയ നിയമത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചത് സിനോപ്റ്റിക് ഗോസ്പൽസ് ഏതൊക്കെയാണെന്നും എന്താണെന്നും അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നും എല്ലാം നമ്മൾ പഠിച്ചു. എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് സിനോപ്റ്റിക് ഗോസ്പൽസിൽ നിന്നും യോഹന്നാന്റെ സുവിശേഷം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഭാഗം നമുക്ക് നോക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം ആരുടെയും സഹായമില്ലാതെ യോഹന്നാൻ തനിയെ എഴുതിയതാണ് എന്ന് പറയപ്പെടുന്നു. രണ്ടാമത്, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അതിന്റെ കണ്ടന്റ് യേശുവിന്റെ തിയോളജിയെ കുറിച്ചാണ്. അതായത് യേശുവിന്റെ ദൈവത്വം എടുത്ത് കാണിക്കുന്നു. സിനോപ്റ്റിക് ഗോസ്പൽസിൽ യേശുവിന്റെ മനുഷ്യത്വം എടുത്ത് കാണിക്കുന്നുവെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ ദൈവത്വം അതായത് തിയോളജി എടുത്ത് കാണിക്കുന്നു. ഡിവിനിറ്റി. സത്യമായും യേശു ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്ന് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ കൂടി വെളിപ്പെടുത്തുന്നു. പിന്നീട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ടു എൻകറേജിങ് സേവിങ് ഫെയ്ത്ത്, അതായത് യേശുവിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഒരു നിത്യജീവൻ നമുക്ക് ലഭിക്കൂ എന്ന് എന്ത് ചെയ്യുന്നു? സുവിശേഷത്തിൽ കൂടി ഉദ്ബോധിപ്പിക്കുകയാണ്. അതായത് ഒരു നിത്യജീവിതം, ഒരു എറ്റേണൽ ലൈഫിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്, ഒരു പേഴ്സണൽ ഇൻട്രാക്ഷൻ വിത്ത് ക്രൗഡ്. ഒരു പേഴ്സണൽ ഇൻട്രാക്ഷൻ ജനങ്ങളുമായിട്ട് യേശു പുലർത്തിയിരുന്നതായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിക്കോദിമോസുമായിട്ടുള്ള സംഭാഷണം, ശമരിയ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം. ഇതിൽ കൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ജനങ്ങളുമായി അടുത്തിടപഴകുവാനും അവരോട് സംസാരിക്കുവാനും യേശു സമയം ചെലവഴിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ശുശ്രൂഷ. ആ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. അതുപോലെ ചില സ്റ്റോറികളിലൊക്കെയും വ്യത്യാസമുണ്ട്. യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഒരു സംഭവ കഥ സിനോപ്റ്റിക് ഗോസ്പൽസിൽ പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവിനെ ഒരുപാട് മുൻതൂക്കം നൽകുന്നുണ്ട് സുവിശേഷത്തിൽ. ഇത് എംബസൈസിങ് ഓൺ ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്ര മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സിനോപ്റ്റിക് ഗോസ്പൽസിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷം എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സിനോപ്റ്റിക് ഗോസ്പൽസ് യേശുവിൻ്റെ മനുഷ്യത്വം, അതായത് സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്ന് സിനോപ്റ്റിക് ഗോസ്പൽസ് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ തിയോളജിയാണ് കാണിക്കുന്നത്. യേശുവിൻ്റെ ദൈവത്വം എടുത്ത് കാണിക്കുന്നു. അതായത് സൺ ഓഫ് ഗോഡ്, ദൈവപുത്രനാണ് എന്ന് പ്രൂവ് ചെയ്യുകയാണ്. ഈ രണ്ട് വ്യത്യാസമാണ് ഈ സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്രമേ ഉള്ളൂ. സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ത് ചെയ്യുന്നു? യേശുവിൻ്റെ മനുഷ്യത്വം എടുത്ത് കാണിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം യേശുവിൻ്റെ ഡിവിനിറ്റി എടുത്ത് കാണിക്കുന്നു. അതായത് തിയോളജി, സൺ ഓഫ് ഗോഡ്, അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. അപ്പം ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മാത്രം നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓരോ ബുക്സിനെ കുറിച്ചും പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.